നമസ്കാരം. മയക്കുമരുന്ന് ഇത്രക്ക് ഭീകരതയോ? കോഴിക്കോട് വിജിലൻസ് ആൻറ്റി കറപ്ഷൻസ് DYSP കെ ബിജു സാറിൻ്റെ വളരെ ഏതൊരു ഫാമിലിയും കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണ്. നമുക്കതിലേക്ക് പോകാം. പ്ലീസ് കം. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം അത് ഉപയോഗിക്കുന്നത് നമ്മുടെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ നശിപ്പിച്ച് വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തിനെ തന്നെ നശിപ്പിച്ച് നാരായം തോണ്ടുന്ന ഒന്നാണ് ലഹരി എന്നുള്ളത്. ആദ്യമായി ഉപയോഗിക്കുന്ന ആള് ചിലപ്പോ ഒക്കെ നമ്മുടെ ഒരു പ്രായത്തിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മൾ ചെന്ന് കയറുന്ന ആൾക്കാരാണ്. മദ്യപാനത്തെ പറ്റി ഞങ്ങൾ പഠിച്ചപ്പോൾ ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മദ്യം ആദ്യമായിട്ട് കഴിച്ചത്. അത് ഒരു എന്താണെന്നറിയാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതേപോലെ ഒരു ടെൻഡൻസി പക്ഷെ മയക്കുമരുന്നിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെ എന്താണെന്നൊന്ന് അറിയട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുതിയ ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളാണ് പ്രത്യേകിച്ചും ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോരാൻ കഴിയാത്ത വിധത്തിലുള്ള ഇമ്പാക്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കി മാറ്റുക. ഡയറക്റ്റ് ഇമ്പാക്ട്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ മനസ്സിലാക്കണേ, നമ്മുടെ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്പ്രേ, ഒരു കൈയിന്റെ മുകളിൽ നിന്ന് ഒരു സ്പ്രേ ഇങ്ങനെ തൂവിക്കഴിഞ്ഞാൽ അതിലൊരു അംശം ചെന്ന് മുട്ടുന്ന ഭാഗം നമ്മുടെ നാവിന്റെ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂറുകളോളം അതിന്റെ ഇമ്പാക്റ്റാണ്. ഒരു അര മിനിറ്റ് കൊണ്ട് തുടങ്ങുന്ന ഇമ്പാക്ട് 8 മണിക്കൂറോളം നീണ്ടു നിൽക്കും. ഞാൻ എലത്തൂരിലെ ഇൻസ്പെക്ടർ ആവുന്ന കാലത്ത് അന്വേഷിച്ച ഒരു കേസിനകത്ത് 17 വയസ്സുള്ള ഒരു കേസിലെ ഇരയായ പെൺകുട്ടി, ലൈംഗിക അതിക്രമത്തിന് ഇരയായ മൈനറായ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ആ കുട്ടി പറയുന്ന ചില വാക്കുകളുണ്ട്. കുട്ടി പറയുകയാണ്, അവരവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പുരുഷന്മാരോടൊപ്പം ഒരു ട്രിപ്പ് പോയതാണ്. വീടുകളിൽ നമ്മളൊക്കെ എന്തുമാത്രം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഇടപെടലിൽ നമുക്ക് എന്തുമാത്രം നോട്ടമുണ്ട് എന്നുള്ളത്, എത്രമാത്രം നമ്മൾ രക്ഷാകർത്താക്കളാണ് എന്നത് മറ്റൊരു സബ്ജക്റ്റിലേക്ക് വരാം. അങ്ങനെ ഒരു രക്ഷാകർത്തൃത്വം ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം ഗോവയിലേക്ക് ട്രിപ്പ് പോയ ഒരു പെൺകുട്ടി, ആ കുട്ടി പറയുകയാണ്, സാറേ ഒരു ദിവസം ഒരു 4 മണിക്ക് എനിക്ക് സോഡ പോലെ എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട് സാറേ. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നല്ല, ഞാൻ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, ഏതൊക്കെയോ ബീച്ചുകളിലൂടെ പോയിട്ടുണ്ട്, എന്തൊക്കെയോ എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്, ആരൊക്കെയോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സാർ. പിറ്റേന്നാണോ അതിൻ്റെ പിറ്റേന്നാണോ എന്നറിയില്ല, എന്നെ ആരോ കുളിപ്പിക്കുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എന്തുമാത്രം ഭീകരമാണ് ലഹരി മരുന്നിന്റെ ഇമ്പാക്ട് എന്നറിയണമെങ്കിൽ ഈ വാക്കുകളാണ് ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കാറ്. ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഏതാണ്ട് 3 ദിവസം ഹലൂസിനേഷൻ, സ്വപ്നാനനത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ ഇടയാക്കിയ മയക്കുമരുന്ന് ഏതാണ് എന്ന്, അല്ലെങ്കിൽ അത്തരം ആ സംഭവം എന്താണെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും നമ്മൾ കട്ട് ചെയ്യണം. നിങ്ങളെയും എന്റെയും കുട്ടികൾ നമ്മുടെ വീടിന്റെ ചുമരിനകത്ത്, അതിന്റെ സുരക്ഷിതത്വത്തിനകത്ത്, പ്രത്യേകിച്ച് രാത്രി കാലത്ത് വളരുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം. അവരെങ്ങോട്ട് പോകുന്നു, ആരോടാണ് കൂട്ടുകൂടുന്നത്, അവരുടെ മൊബൈൽ ഫോണിൽ ആരൊക്കെയാണ് റെഗുലർ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ, എൻ്റെ ചെറുപ്പത്തില് അയലോക്കത്തുള്ളവരോ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നോട് പറയായിരുന്നു, മോനെ അത് വേണ്ടട്ടോ, അത് മോശക്കാരനാണ്, മദ്യപിക്കുന്ന ആള് മോശക്കാരനാണ്. ഇത്തരം ഒരു ശ്രദ്ധയോ കരുതലോ നിർഭാഗ്യവശാല് ഇന്നത്തെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാവുന്നില്ല. പല വീടുകളിലും സംഭവിക്കുന്ന അപജയം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ കുടുംബമായിട്ടായിരിക്കില്ല താമസിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്ന് വേറിട്ട് താമസിക്കുന്നുണ്ടാവും. കുട്ടി ചിലപ്പോൾ അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയാണ് ഉണ്ടാവുക. അച്ഛനാണ് കുട്ടികളുടെ പെരുമാറ്റത്തിൽ സജീവമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏജന്റ്. നിക്കടാ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത അമ്മയേക്കാൾ അച്ഛനാണ്. അമ്മയ്ക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെ കൂടി ഇടപെടാനും നിയന്ത്രിക്കാനാണ് കഴിയുക. പോകല്ലേ മോനെ എന്നോ പോകല്ലേ മോളെ എന്നും പറഞ്ഞാൽ
അതിനൊരു സ്നേഹത്തിൽ പുതിഞ്ഞ എന്താ പറയാ ഒരു നിയന്ത്രണം ഉണ്ടാവും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താണ്, അച്ഛൻ അല്ലെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞ് അവർക്ക് കുറച്ചുകൂടി എന്താ പറയാ തീരുമാനം പറഞ്ഞുകൊണ്ടുള്ള പോകരുത് എന്ന് പറയാനുള്ള കപ്പാസിറ്റി. നിർഭാഗ്യവശാല് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപജയങ്ങളെ തുടർന്ന് അച്ഛനും അമ്മയും വേറിട്ട് താമസിക്കുകയും കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്നറിയോ? കുഞ്ഞുങ്ങള് അവരുടെ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളത് ബോധ്യപ്പെടേണ്ട ആദ്യത്തെ ആള് കുഞ്ഞുങ്ങളുടെ മേലെ താല്പര്യം ഉണ്ടാകുന്ന അച്ഛനും അമ്മയുമാണ്. പത്തെണ്ണം പറഞ്ഞു, ഒരു കുട്ടിയോട് തൻ്റെ അച്ഛൻ അറിഞ്ഞാൽ തനിക്കുണ്ടാവുന്ന നിയന്ത്രണങ്ങളെ പറ്റിയുള്ള ബോധമാണ് ആ കുട്ടി പത്തേട്ടനോട് സൂചിപ്പിച്ചത്. തന്നെ തൻ്റെ അച്ഛൻ വഴക്ക് പറയുകയോ ശകാരിക്കുകയോ ചെയ്യും എന്നുള്ള അറിവുണ്ടായാൽ പോലും കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയാത്തത്? നമ്മൾ പറഞ്ഞു, സ്റ്റാമ്പിനകത്തുണ്ടാകുന്നത് 0.0001 ഗ്രാം മയക്കുമരുന്ന് മാത്രമാണ്. അത്തരത്തിലുള്ള 0.5 ഗ്രാം, 1/2 ഗ്രാം മയക്കുമരുന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തിൽ കുറയാത്ത ശിക്ഷയാണ്. ഏറ്റവും കുറഞ്ഞത് 10 കൊല്ലം ശിക്ഷിച്ചോളണം എന്നാ പറഞ്ഞത്. എങ്ങനെയാ അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുക? 0.00 1000ൽ 1 അംശം ഉണ്ടായാൽ മതി. അതുപോലും ശിക്ഷാർഹമായൊരു നാടാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇനി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഈ LSD പോലെയുള്ള സാധനങ്ങൾക്കകത്ത് ആ തുള്ളി ഉൾപ്പെടുന്ന പദാർത്ഥം സ്റ്റാമ്പ് രൂപത്തിലുള്ള ഒരു പേപ്പറിന്റെ മുകളിലാണ് പതിക്കുന്നത്. ആ പേപ്പറിന്റെ കനം കൂടി ലഹരി വസ്തുവിന്റെ കനം ഈ കൂട്ടിക്കോളാനാ പറഞ്ഞത്. കാരണം ഇവരെന്ത് ചെയ്യരുത്, ജയിലിന് പുറത്തേക്ക് കൊണ്ടുവരരുതെന്ന. പക്ഷെ അത്രയ്ക്കും ശക്തമായ ഒരു നിയമ സംവിധാനമുള്ള രാജ്യത്ത് എന്തുകൊണ്ടാണ് ലഹരി വലുതാവുന്നത്? അതിന്റെ പ്രാഥമിക ഉത്തരവാദി ഈ കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ വലിപ്പത്തിന്റെ ഒരു ഘട്ടത്തിലെ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ലഹരി എന്നത് തന്നെ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണെന്ന് ബോധ്യപ്പെടുത്താത്തതാണ്. വീടുകളിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളും രക്ഷിതാവും തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞിനെ തന്നെ നിയന്ത്രിക്കാൻ, തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാവ് നിയന്ത്രണങ്ങൾ വരുത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം കുഞ്ഞിന് രക്ഷിതാവിൽ നിന്ന് ഞാൻ വേറിട്ട് പോകുന്നു, എന്നെ രക്ഷിതാവിന് താല്പര്യമില്ല, ഉമ്മയ്ക്ക് അച്ഛന് താല്പര്യമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാനേ കാരണമാവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണ കാലത്ത്, പ്രത്യേകിച്ച് ടീനേജില്, അവര് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി രക്ഷിതാവ് സ്ക്രൂട്ടിനൈസ് ചെയ്യണം, പരിശോധിച്ചുകൊണ്ടിരിക്കണം. അവന്റെ മൊബൈൽ ഫോൺ വാങ്ങിക്കണം. ഞങ്ങൾക്കറിയാം, ചേവായുള്ള സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു കോളേജിലെ ഹോസ്റ്റലിനകത്ത് പെൺകുട്ടികൾ അവരുടെ തുടക്കി മുകളില് ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് ഗഞ്ചാവിന്റെ ഓയിൽ, ഒരു പ്രൊഡക്റ്റാണ്, ലഹരി സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു സാധനം, അത് ലേപനം ചെയ്യുന്നു രാത്രിയിൽ. നേരത്തെ ഭക്തേട്ടൻ പറഞ്ഞ പോലെ ആരും അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്ഥാപനത്തിന് നാണക്കേടാണ്. അവിടെ വെച്ചാണ്, അവിടുത്തെ ഹോസ്റ്റലിൽ വെച്ചാണ് സംഭവം. വീട്ടുകാർക്ക് അതിലപ്പുറം നാണക്കേടാ. തന്റെ കുട്ടി ഒരു ലഹരിക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാണക്കേട. എല്ലാവർക്കും നാണക്കേട, എല്ലാവർക്കും ഇതിന്റെ ദോഷം അറിയാം. പക്ഷെ ആരും ആരോടും പറയാൻ പാടില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞ എലത്തൂരിലെ കേസിനകത്തെ പെൺകുട്ടിക്ക് എന്താ പറയാ 30 സെക്കൻഡിനുള്ളിലാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത്. കാരണം എന്താ, അതിന്റെ ഫലം കിട്ടി തുടങ്ങുന്നത്. കാരണം എന്താ അറിയോ? ഈ ചുണ്ടിന് മുകളിലാണ് ഇത് കടിച്ചു പൊട്ടിച്ചിട്ടാണ് പലപ്പോഴും പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാണുന്നത്. രണ്ടാമത്തത്, കഴിക്കാം, ഉള്ളിലേക്ക് കഴിക്കാം, വെള്ളമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ ശരീരത്തിലേക്ക് ചെല്ലാം. അപ്പൊ നമ്മളിവിടെ താനൂരിനകത്ത് തമീർ ജിഫ്രി എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചിട്ടില്ലായിരുന്നു. അയാളുടെ മനസ്സിൽ, അയാളുടെ ശരീരത്തിൽ എങ്ങനെയാണ് അത് പ്രതികരിച്ചത്? അയാൾ കഴിച്ച ലഹരി മരുന്ന് അടങ്ങിയ പ്ലാസ്റ്റിക് ശരീരത്തിനകത്തുനിന്ന് പൊട്ടിയിട്ടാണ് 0.0001 ഗ്രാം പോലും അതിമാരകമായ ഒരു അവസ്ഥയിൽ 5 ഗ്രാം സാധനമാണ് അയാളുടെ ശരീരത്തിൽ എത്തുന്നത്. അയാൾ അവിടുന്ന് ഏത് രൂപത്തിലായിരിക്കും അയാളുടെ ശരീരം പ്രതികരിച്ചിട്ടുണ്ടാവുക? അതിൽ നിന്നാണ് മരണം ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ നടപടികളെ പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ കയറുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കിക്കൊള്ളണം. തൻ്റെ കുഞ്ഞ് സന്ധ്യയാകുമ്പം, അഥവാ എൻ്റെയൊക്കെ ചെറുപ്പത്തിന് ബാങ്ക് കൊടുത്താൽ വീട്ടിനകത്ത് കയറുന്ന ഒരു ജീവിത രീതി ആൺ പെൺ വ്യത്യാസമില്ലാതെ ഓരോ വീട്ടിലും കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? പണ്ടൊക്കെ ആൺകുട്ടികളെ പേടിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഒരു 6 കൊല്ലം മുമ്പ് നടത്തിയ പഠനത്തിൽ എന്താ സ്ഥിതി എന്നറിയോ? ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്കൂളുകളിലെ, കോളേജുകളിലെ മാത്രമല്ലേ,
60% കുട്ടികൾ ലഹരി മരുന്നിന് പോസിബിലിറ്റി ഉള്ള സാഹചര്യത്തിൽ ഒന്നിക്കൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുന്നവരാണെന്നാണ്. എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നവരാണെന്നാണ്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവരത് ഉപയോഗിക്കുക. എന്തൊക്കെ അനുകൂല സാഹചര്യം നോക്കുക. അവർക്കും അവരുടെ കൂട്ടാളികളോടൊപ്പം 2-3 സുഹൃത്തുക്കളോടൊപ്പം എവിടെയെങ്കിലും പോയി താമസിക്കാൻ, ട്രിപ്പുകൾ പോകാൻ, ഔട്ടിങ് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പൊക്കെ നമ്മളൊന്നും കാലത്തുള്ളത് പോലെയല്ല. കുട്ടികളുടെ ഇടയിൽ എന്തുണ്ടെന്ന് അറിയോ? മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു രീതി പാലിച്ചു വരുന്നുണ്ട്. എന്തിനാ അവർ പോകുന്നതെന്നറിയോ? പലപ്പോഴും ലഹരി ഉപയോഗിക്കാനാ. മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, കമ്പൈൻഡ് സ്റ്റഡി. അച്ഛാ അമ്മേ, പരീക്ഷാ കാലമാണ്, ഞാൻ പോയിട്ട് എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് കമ്പൈൻഡ് സ്റ്റഡി നടത്തട്ടെ. ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ കുട്ടികളെ അതിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ലഹരി വിൽപ്പനക്കാരെ പറഞ്ഞു പരത്തുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. എന്തും പഠിച്ചാൽ ഓർമ്മയിൽ ഉണ്ടാവും. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഉപയോഗിച്ചവരെ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നവരോട് ചോദിക്കുമ്പം, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം പണ്ടത്തെ കാലത്തെ പോലെ മദ്യമോ അല്ലെങ്കിൽ ഒരൽപ്പം റാക്കോ പോലെയൊന്നും അല്ല ലഹരി മരുന്നിന്റെ അവസ്ഥ. ഇത് നേരെ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ന്യൂറോൺ പ്രവർത്തനത്തെയാ. പട്ടി ഏത്, പൂച്ച ഏത്, അല്ലേ? നമുക്കറിയാം നാട്ടിലെ പുലിയുടെ അവസ്ഥയും പൂച്ചയുടെ അവസ്ഥയൊക്കെ ഫോട്ടോ നോക്കിയാൽ ഒരുപോലെയാ. പക്ഷെ ഏതാണ് പുലി ഏതാണ് പൂച്ച എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഈ പുതിയ ന്യൂ ജനറേഷൻ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ റോഡിലൂടെ മോട്ടോർ സൈക്കിളിൽ പറക്കുന്ന പലരും ദാരുണമായിട്ട് മരണപ്പെടുന്നത് ഇല്ലേ? പോയി ഇടിച്ച് മറിഞ്ഞ് നശിച്ചിട്ട്. കാരണം എന്താണെന്നറിയോ? ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെ മനസ്സിനുള്ളിലേക്ക് ഒരു പ്രത്യേക ആവേശം വരിക. വേഗം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആ പ്രായം കഴിഞ്ഞു വന്നതുകൊണ്ട് വേഗത്തിൽ പോകുക എന്നുള്ളത് വലിയൊരു ആവേശം തന്നെയാണ്. പക്ഷേ ജീവിതത്തിലെ അല്ലെങ്കിൽ വീട്ടിലെ തിരിച്ചെത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവൻ ഓടിക്കേണ്ടത്. പലപ്പോഴും ഈ ലഹരി ചെല്ലുന്നതോട് കൂടിയിട്ട് അവൻ പുതിയൊരു ലോകത്തിലേക്കാണ്. ശരീരത്തിനകത്ത് കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത് തരുന്ന സുഖം. ഇതിന്റെ ആ ലഹരിയുടെ സമയം കഴിഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് കണ്ട് കാണിക്കാൻ തുടങ്ങും. പല്ല് ദ്രവിക്കാൻ തുടങ്ങും. 1.5 വർഷത്തോളം MDMA പോലെ കല്ല് എന്നാണ് പറയുക നാട്ടിൽ പിടിപ്പേരാ. കല്ല് ഉപയോഗിക്കുന്ന ആൾക്ക് പല്ലുകളെല്ലാം നമ്മുടെ ആക്സോ ബ്ലേഡിന്റെ സ്വഭാവത്തിലായിരിക്കും. നാവും ചുണ്ടും ഒക്കെ മുറിയും. നാവിനുള്ളിലൊന്നും നമ്മളെ രസമറിയുന്ന രസമുകുളങ്ങൾ എന്ന് പറയില്ലേ, ടേസ്റ്റ് ബഡുകൾ നശിച്ചു പോയിട്ടുണ്ടാകും. ഭക്ഷണം കഴിക്കാൻ ഫീലിംഗ് ഉണ്ടാവൂല. ആകപ്പാടെ ഈ പറയുന്ന മരുന്നോ ലഹരി മരുന്നോ അല്പം വെള്ളമോ മതിയാകും. യുവന്മാരൊക്കെ നാളെ രാജ്യത്തിന്റെ പ്രതീക്ഷയായ ചെറുപ്പക്കാർ മുഴുവൻ ലഹരി മരുന്നിന് അടിമയാകുന്നതോട് കൂടിയിട്ട് വെറും ജീവനുള്ള വസ്തുക്കൾ മാത്രമായിട്ട് മാറും. രോഗത്തെ എല്ലാ അസുഖവും ഉണ്ടാവും. ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പറയട്ടെ. കോഴിക്കോട് ജില്ലയിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കാർ തന്ന വിവരം, സാറേ പേടിയുണ്ട് പറയാൻ, സങ്കടമുണ്ട് പറയാൻ, പലരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതോട് കൂടി മൾട്ടിപ്പിൾ സെക്സ് നടത്തുന്നു എന്നാണ് വിവരം. 2-3 പേര് ഒന്നിച്ചു പോയിട്ടാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആണുങ്ങളും പെൺകുട്ടികളും കൂടിയിട്ടാണ് പോകുന്നത്. പലരും ഉപയോഗിക്കുന്ന ഒരേ സിറിഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഈ സിറിഞ്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള പലർക്കും അറിയില്ല. അവര് പലപ്പോഴും ഏർപ്പെടുന്നത് മൾട്ടിപ്പിൾ സെക്സിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷം അപ്പുറത്ത് എയ്ഡ്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുന്ന പറഞ്ഞത്. അതിഭീകരമായ അത്യന്തം വേദനാജനകമായ സാഹചര്യമാണ്. ഒരു സൊസൈറ്റി, ഒരു സമൂഹം മൊത്തത്തിൽ ഇതിന് ഇരകളായിട്ട് കൊല്ലപ്പെടാൻ പോകുന്ന അതിദാരുണമായ അവസ്ഥയാണ്. അത് നിൽക്കണമെങ്കിൽ, അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒരാൾക്കേ സാധിക്കൂ. ഓരോ വീട്ടിലെയും അച്ഛനും അമ്മയ്ക്കും. തൻ്റെ മക്കൾ ആണോ പെണ്ണോ എന്ന് വല്ല വ്യത്യാസം വേണ്ട. പണ്ടൊക്കെ ബീവറേജിന്റെ മുമ്പിൽ പെണ്ണുങ്ങളെ പ്രത്യേകം കാണൂലായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ഒന്നുമില്ല. ആണുങ്ങളെ ക്യൂവിൽ തന്നെ കയറി നിന്നിട്ട് പെണ്ണുങ്ങൾ വന്ന് കുടിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക. കള്ള് ഷാപ്പില് നിങ്ങൾ ചെന്ന് നോക്കണം. കള്ള് ഷാപ്പിൽ ചെന്നാല് അവിടെ ഇതാ അവസ്ഥ. സ്ത്രീകൾക്ക് എല്ലായിടത്തും 33% സംവരണമാണ്. കുറ്റകൃത്യത്തിലും 33%. എവിടെയും ലഹരി മരുന്നിന് 3 പേരെ പിടിച്ചാൽ അതിലൊന്ന് സ്ത്രീയായിരിക്കും. നിങ്ങൾ പത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓരോ ദിവസത്തെയും ഭീകരമാണ്. നമ്മൾ പറയുന്ന ലഹരി മരുന്ന്
നമ്മുടെ ശരീരത്തിന് സുഖം തരുന്ന സാധനമല്ല, താൽക്കാലികമായി തരുന്ന ഒരു ഉന്മാദം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനുള്ളത് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോ പുതിയൊരു തലമുറ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ നാട്ടിൽ ഓട്ടിസം ബാധിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാനസിക വൈകല്യമുള്ളവർക്ക് കൊടുക്കുന്ന എന്താ പറയാ ചികിത്സാ കേന്ദ്രങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാരണം ഞങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഈ ലഹരി മരുന്നിന്റെ വിതരണമാണ്. നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ നിന്ന് നിയന്ത്രിക്കുക. പുറത്തിറങ്ങി എന്റെ മോൻ ഇത് ചെയ്തില്ല എന്നുള്ള നമ്മുടെ ജാള്യതയോടെയുള്ള മറുപടിക്കുള്ള ഒരു അവസരം ഉണ്ടാക്കണ്ട. എന്റെ മോൻ ഇത് ചെയ്യാനുള്ള, എന്റെ മോന് മാത്രമല്ല എന്റെ മോൾക്കും ഇത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. 2 വർഷം മുമ്പേ നടക്കാവ് സ്റ്റേഷനിലെ CI പോയിട്ട് വെടിവെക്കേണ്ടി വന്നു ഇല്ലേ? ആരെ രക്ഷിക്കാനാ? അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മകന്റെ കയ്യിൽ നിന്ന്. അച്ഛന്റെ കയ്യോ കാലോ ഒടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസിന് ഇടപെടുന്നത് വെടിവെച്ചിട്ടാണ്. ആരോട്? മകനെ വെടിവെക്കുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടാണ് അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം താമരശ്ശേരിയിൽ ഉമ്മയെ മകനാണ് തലക്കടിച്ചു കൊന്നത്. എത്ര സംഭവങ്ങളാ! ഇതുകൊണ്ട് ഡ്രഗ്സിന്റെ പ്രോക്സിമിറ്റി അഥവാ സാന്നിധ്യമില്ലാന്ന് നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത്. എളുപ്പമാണ് ഇത് കൈകാര്യം ചെയ്യാൻ. നിങ്ങളെ കുഞ്ഞ് സ്കൂളോ കോളേജോ വിട്ട് വരുമ്പോ അവരുടെ ബാഗ് എടുത്തിട്ട് ഒന്ന് പരിശോധിച്ചേക്കുക. ചിലപ്പോ തിരിച്ചറിയണമെന്നില്ല, 1-2 ദിവസം കാണും ഇത് എന്താണെന്ന് മൂന്നാമതൊരാളോട് ചോദിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നേരം വൈകി വരുന്നതിനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ സജീവമായ അർത്ഥപൂർണമായുള്ള ഇടപെടൽ ഉണ്ടെങ്കിലേ ഇത് നിയന്ത്രിക്കാൻ പറ്റും. വേറൊരാൾക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. പോലീസ് വന്നാലും പഴയ കാലമല്ല, പോലീസിനും പരിമിതികൾ വന്നു. ഞങ്ങൾ വരുമ്പോ പണ്ട് മനോരമ പത്രമോ